ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഐറ്റമാണ്. കപ്പ കൊണ്ടൊരു കക്ക ബിരിയാണി ഉണ്ടാകും. എല്ലാവരും ചെയ്തിട്ടുണ്ടായിരിക്കും, എന്നാലും നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. കക്ക കൊണ്ടൊരു കപ്പ ബിരിയാണി. ഈ കക്ക ഞങ്ങൾ നേരത്തെ വാരിയതാണ്, ആറ്റിപ്പോയി വാരിയതാണ്. അതുകൊണ്ടാണ് സമയം പോയി. കുറച്ച് രാവിലെ പോയതാണ്, വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് വന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, കക്ക വരുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ കക്ക ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് പണിപ്പെട്ട് കക്ക ക്ലീൻ ചെയ്യാൻ വേണ്ടി. അതിനുശേഷം കുറച്ച് വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്, സവാള എല്ലാം അരിഞ്ഞ് നമുക്കിതൊന്ന് റെഡിയാക്കാം. സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഈ കക്ക ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം നമുക്കൊന്ന് കണ്ടുപോകാം. ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ ബെൽ ബട്ടണും കൂടെ ഒന്ന് അണേബിൾ ചെയ്തേക്കണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുവെന്ന് വെച്ചാൽ കമൻറ്റിലൂടെ പറയുവാണെങ്കിൽ നമ്മളത് അടുത്ത വീഡിയോയിൽ അത് പോരായ്മയില്ല എന്തുവെന്ന് വെച്ചാൽ മാറ്റി റെഡിയാക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ തുടങ്ങി, അതിൻ്റേതായിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ ഇത് കാണും. അപ്പോൾ സവാള നമുക്ക് ആദ്യം ഒന്ന് അരിഞ്ഞ് മാറ്റി വെക്കാം. സവാള നല്ലോണം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് കടക്കാം. കക്കാർച്ചിക്കകത്ത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് നല്ല യോജിപ്പിച്ച് ഒന്ന് വെക്കാം. ഉപ്പും പുളിയെല്ലാം ഒന്ന് പിടിച്ചിരിക്കട്ടെ. ഒരു 10-15 മിനിറ്റ് നമുക്ക് റെസ്റ്റിന് വെക്കാം. 10-15 മിനിറ്റ് റെസ്റ്റിന് വെച്ച ശേഷം നമുക്ക് അടുപ്പിൻ്റെ പരിപാടിയിൽ തുടങ്ങാം. അപ്പം തീയൊന്ന് കത്തിച്ചതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടി നോക്കാം. തീ ഒരുമാതിരി കത്തിയിട്ടുണ്ട്. അതിന് നമുക്ക് ഉരുളി വെക്കാം. ഉരുളി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. നല്ല മഴക്കോളുണ്ട്, അതുകൊണ്ടാണ് സ്പീഡിലാക്കുന്നത്. അതുമല്ല, ഞങ്ങൾ വെളിയിലിട്ടാണ് ചെയ്യുന്നത്. മഴ പെയ്ത് കഴിഞ്ഞാൽ പണി പാളത്തേ ഉള്ളൂ. അപ്പം വെളിച്ചെണ്ണ ഏതാണ്ടൊക്കെ ചൂടായതിന് ശേഷം നമുക്ക് കക്ക ഇട്ടേക്കാം. നേരത്തെ മസാല വെട്ടി വെച്ച കക്കാർച്ചിയാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. അത് നല്ലോണം മിക്സ് ചെയ്തൊന്ന് ബ്രൗൺ കളർ ആകുന്നിടം വരെ ഒന്ന് വഴറ്റാം. വെളിയിലായതുകൊണ്ട് മഴ വന്നു കഴിഞ്ഞാൽ പണി വാളും. ഇപ്പം വെളിയിലാണ് നമ്മൾ അടുപ്പ് കൂട്ടിയേക്കുന്നത്. നമ്മളൊരു ആറ്ററമ്പിൻ്റെ സൈഡിൽ നിന്നാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഒരുമാതിരി ബ്രൗൺ കളറായിട്ടുണ്ട്, കക്കാർച്ചി ഒരുമാതിരി ബ്രൗൺ കളറായിട്ടുണ്ട്. നല്ലോണം എണ്ണ ഒഴിച്ചുകൊണ്ട് റോസ്റ്റാക്കി എടുക്കാമെന്ന്, എന്നാലേ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. കപ്പ നമ്മളവിടെ വേവാൻ വെച്ചിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ എടുത്തില്ല. നമ്മളിപ്പുറത്ത് മാറി നിന്നാണ് ഇത് ചെയ്യുന്നത്. കുറച്ച് കരിയാപ്പിലൊക്കെ ഇട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കാം. ഒരുമാതിരി മൂത്തിട്ടുണ്ട്. നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി അടുത്തായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള അതെല്ലാം നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതിനുവേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സാധനങ്ങളെ തട്ടാം. നമ്മൾ തേങ്ങയാണ് കൊത്തി വെച്ചിട്ട് തേങ്ങ ഇടുക. പിന്നെ പച്ചമുളക്, അത് രണ്ടും ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വാടി വരുന്നിടം വരെ നോക്കാം, വെയിറ്റ് ചെയ്യാം. പച്ചമുളക് കുറച്ച് എടുത്തിട്ടുള്ളൂ, അത്യാവശ്യം എരിവ് മതി. അധികമായാലും അമൃതം വിഷമാണെന്നല്ലോ, അതുകൊണ്ട് ഉള്ളത് കൊണ്ട് ഓണം പോലെ. ഇപ്പം നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇതിലേക്ക് തട്ടാം. സവാള ഒരു 6-7 സവാള എടുത്തിട്ടുണ്ട്. അതിൻ്റെ 6-7 സവാളയുടെ കാര്യമേ ഉള്ളൂ. കുറച്ച് റോസ്റ്റ് ആകാൻ വേണ്ടി അതിൻ്റെ സവാളയുടെ കാര്യമേ ഉള്ളൂ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടൊന്ന് വഴറ്റി ഒന്ന് വാടട്ടെ. വാടി വരുമ്പോഴത്തേക്ക് ബാക്കി മസാല നമുക്ക് ചേർക്കാം. ഒരുമാതിരി വാടി ബ്രൗൺ കളറായി വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള മസാലകളും കൂടെ ഇതിലേക്ക് ഇടാം. നമ്മൾ ആറ്ററമ്പിലേയും ചെയ്യുന്നതിന് നല്ല ആറാണ്, അപ്പുറത്ത് നമ്മുടെ ആറാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇപ്പം ഇതിലോട്ട് ഇടുന്നത്. നേരത്തെ അരച്ച് വെച്ചിരുന്നതാണ്. ആയിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തക്കാളി ഇതിലോട്ട് തട്ടാം. തക്കാളി 3 തക്കാളി എടുത്തിട്ടുള്ളൂ. 3 തക്കാളി വേണമെന്നില്ല, 2-2.5 തക്കാളി മതി. പുളി കൂടിക്കഴിഞ്ഞാലും ടേസ്റ്റ് കാണത്തില്ല.
നേരത്തെ ബാക്കി ഇരുന്ന മസാല എല്ലാം നമുക്ക് ഇതിലോട്ട് തട്ടാം. നേരത്തെ കക്കാറച്ചിയിൽ വെച്ചിരുന്ന മസാല കൂടാതെ ബാക്കി ഉണ്ടായിരുന്നു. മഞ്ഞപ്പൊടി, മുളക് പൊടി എല്ലാം കൂടെ തട്ടി ഒന്ന് അതിൻ്റെ പച്ചപ്പ് മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ വെച്ചിരുന്ന കക്കാറച്ചി ഫ്രൈ ചെയ്തെടുത്ത് ഇതിനകത്തിട്ടാം. നല്ല എണ്ണയുണ്ട്. ഇപ്പം ഇതുകൂടെ ആകുമ്പോഴത്തേക്ക് നല്ല റോസ്റ്റായിട്ട് കിട്ടും, നല്ല ക്രഞ്ചി ഐറ്റമായിട്ട് കിട്ടും. പൊളി സാധനം, കൊള്ളാം. ഇച്ചിരി കരിയാപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തിട്ടേക്കുന്നത്. ഇതാണ് ഫൈനൽ റിസൾട്ട്. ഇനിയും കുറച്ചുകൂടെ ബ്രൗൺ കളർ ആകാനുണ്ട്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് മൂപ്പിക്കാൻ വേണ്ടി കുറച്ച് ഒരു 10-15 മിനിറ്റ് കൂടെ ഒന്ന് വെക്കാം. കണ്ട മഴക്കോള് കണ്ട, നല്ല മഴ വരുന്നുണ്ട്. കണ്ട ഇത് ആറ്ററമ്പിൻ്റെ സൈഡിൽ ഇരുന്നുകൊണ്ട് നല്ല കുളിർമയൊക്കെ ഉണ്ട്. നേരത്തെ ഇടാൻ പറ്റിയ വീഡിയോ ആയിരുന്നു. അതിൻ്റെ ഒന്ന് ഫ്രണ്ട് ഒന്നുകൂടെ ഇട്ട് കാണിക്കുക. കപ്പ വേവിച്ച ശേഷം അതിനകത്ത് ഇടാൻ വേണ്ടി നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചെടുക്കാം. അതിന് ശേഷം ഇത് ആഡ് ചെയ്തതിന് ശേഷം ഒരു മഞ്ഞപ്പൊടി ഇട്ടുകൊണ്ട് ആ കപ്പ ഒന്ന് കുഴച്ചെടുക്കുക. നമ്മൾ വീഡിയോ എടുത്തപ്പം ഇരുട്ടി കഴിഞ്ഞ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വന്നപ്പോൾ തന്നെ താമസിച്ച് പോയി. അതാ വീഡിയോ ഇരുട്ടിപ്പോയി. അപ്പോൾ അപ്പോഴത്തേക്ക് അവിടെ മഴ പെയ്ത് ഒരുമാതിരിയായി. പിന്നെ അകത്ത് നമ്മൾ വീഡിയോ ഇപ്പം എടുക്കുന്ന വീടിൻ്റെ അപ്പുറത്തൊരു ഷെഡിലിട്ടാണ് നമ്മൾ ഈ വീഡിയോ ബാക്കി ചെയ്യുന്നത്. അപ്പോൾ കപ്പ ഒരുമാതിരിയെല്ലാം വെന്ത് നല്ല കുഴ രൂപത്തിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം. പിന്നെ നമുക്ക് തട്ടിയൊന്ന് ദം ചെയ്യുന്ന കൂട്ടൊരു പരിപാടിയുണ്ട്, അങ്ങോട്ട് ഇട്ടേക്കാം. ഒരു 3-4 ലെയറായിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ആദ്യം കപ്പ ഇട്ട് അതിൻ്റെ മുകളിൽ കക്കാറച്ചി ഒരു ലെയർ ഇടുകയാണ്, പിന്നെ കപ്പ ഇട്ടും പിന്നെ കക്കാറച്ചി ലെയർ ഇടും. അങ്ങനെ ഒരു 2-3 ലെയർ ഇട്ടതിന് ശേഷമാണ് ഇതെല്ലാം കൊണ്ട് കുഴയ്ക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല മണമൊക്കെ അടിച്ചിട്ട് സത്യം പറഞ്ഞാൽ ഇവിടെ നിൽക്കാൻ വയ്യ. കക്കാറച്ചിയും കക്കാറച്ചിയും പൊളി സാധനം. ഇപ്പം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ട്രൈ ചെയ്യുന്നത്. നമ്മൾ കപ്പയും കക്കാറച്ചിയും സെപ്പറേറ്റ് വെച്ചിട്ട് കഴിക്കുന്നില്ല. ഇതിപ്പം നമുക്ക് വേറെ വെറൈറ്റി ഒരു ഐറ്റം ആയിക്കോട്ടെ. ഒരു ലെയർ നമ്മൾ കപ്പയും കക്കാറച്ചി ഇട്ട്, രണ്ടാമത് അതിൻ്റെ മണ്ടയ്ക്ക് കപ്പ ഒന്നുകൂടി ഇട്ടിട്ടുണ്ട്. കപ്പ ഒരു 7-7.5 കിലോ 8 കിലോയുടെ അടുത്ത് ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. കപ്പ കുറച്ചൊക്കെ വേസ്റ്റ് ഒരു 7 കിലോയുടെ അടുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സാധനം നല്ല വേവുള്ള കപ്പയായിരുന്നു, നല്ല സൂപ്പർ കപ്പയാണ്. ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് ശേഷം കുറച്ച് കപ്പ അങ്ങോട്ട് തട്ടി, കക്കാറച്ചിയുടെ ഉണ്ടായിക്കോട്ടെ, കപ്പ കുറച്ച് തട്ടി നമുക്ക് ദം ചെയ്യുന്നതോടെ ഒരു 10 മിനിറ്റ് അടുപ്പ് വെക്കേണ്ട കാര്യമില്ല. എന്നാലും കക്കാറച്ചി ഡ്രൈ ആയതുകൊണ്ട് ഇച്ചിരൂടെ ഒരു 10 മിനിറ്റ് ഒന്ന് വെച്ച് നോക്കാം. ആവി കയറി കഴിയുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്ത് നമുക്ക് കുഴച്ചടിക്കാം. അതിന് മുകളിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഒരു 2 മിനിറ്റ്. ഇപ്പോൾ തുറക്കാൻ പോവാണ്. സൂപ്പർ, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഒന്ന് വഴറ്റിയൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് എടുക്കാം. തൊട്ടാൽ മതി, അലുത്ത് പോകുന്ന രീതിയിൽ അത് ആയിട്ടുണ്ട്. കക്കാറച്ചിയും കപ്പയും നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് രണ്ടും. കപ്പയൊക്കെ നല്ല കുഴാന്ന് വെന്തിരിക്കുന്നത്. മിക്സ് ചെയ്യുമ്പോൾ തന്നെ കണ്ടാൽ മനസ്സിലാവും കക്കാറച്ചിയും കപ്പയും. അപ്പം നിങ്ങൾ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ സാധനമാണ്. അപ്പം ഒന്നുകൂടെ പറയട്ടെ, നിങ്ങൾ ഇനി ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ല നല്ല വീഡിയോയുമായിട്ട് ഇനിയും ഒരു ഇതിലോട്ട് വരുന്നിടം വരെ ഗുഡ് ബൈ. ഇനിയും നല്ല വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.